തമിഴ്നാട്ടിൽ 40% കടന്ന് പോളിംഗ്. രാവിലെ 11 മണിക്ക് 37.56% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെങ്കിൽ 12 മണി പിന്നിട്ടതോടെ പോളിംഗ് ശതമാനവും കുതിക്കുകയാണെന്നാണ് കണക്കുകൾ. തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും വോട്ട് രേഖപ്പെടുത്തി. കന്യാകുമാരി ജില്ലയിൽ കടുത്ത ചൂടിനെ അവഗണിച്ച് പോളിംഗ് പുരോഗമിക്കുകയാണ്. 12 മണിക്ക് 42% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും അരുൺ ആലത്തൂരും കന്യാകുമാരിയിൽ നിന്നും രഞ്ജിത്ത് അമ്പാടിയും ചേരുകയാണ്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഇപ്പോൾ വലിയ പോളിംഗ്, കനത്ത പോളിംഗ് ആണോ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? കടുത്ത ചൂടിനെയും അവഗണിച്ച് ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന കാഴ്ചയാണോ കാണാനും സാധിക്കുന്നത്? സുരേഷ്, തീർച്ചയായിട്ടും മികച്ച പോളിംഗ് ആണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 56.8% ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്കുകൾ. രാവിലെ 11 മണി വരെയുള്ള കണക്ക് 37.56%. 2 മണിക്കൂറിനുള്ളിൽ ഏകദേശം 19% പോളിംഗ് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന പോളിംഗ് നാമക്കല്ല്, ഈറോഡ് തുടങ്ങിയ ജില്ലകളിലാണ്. രാവിലെ തന്നെ ഇവിടങ്ങളിൽ 41% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ കൊങ്കു ബെൽറ്റിൽ 60% മുകളിലേക്ക്, അതായത് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൊങ്കു ബെൽറ്റ്, നാമക്കല്ലും ഈറോഡും അതുപോലെ തന്നെ കോയമ്പത്തൂരും ഒക്കെ ഉൾപ്പെടുന്ന, തിരുപ്പൂരൊക്കെ ഉൾപ്പെടുന്ന കൊങ്കു ബെൽറ്റിൽ മാത്രം പോളിംഗ് ശതമാനം 60% മുകളിലേക്ക് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചെന്നൈയിലെ 16 മണ്ഡലങ്ങളിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ശരാശരി 35% മുതൽ 39% വരെ പോളിംഗ് നടന്നു. ദുരികാംബക്കത്ത് 39.27%, ടി നഗറിൽ 39.08% നഗരത്തിൽ കൂടുതൽ വലിയ പോളിംഗ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ സേലം, തിരുപ്പൂർ, തിരുവണ്ണാമല, വിഴുപ്പുറം, ബിരുദനഗർ എന്നിവിടങ്ങളിലും മികച്ച രീതിയിൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 2021 പോളിംഗ് ശതമാനം എന്നുള്ളത് 73.61% പോളിംഗ് ആണ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ 76.63% ഇത്തവണ കടക്കുമോ എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ തന്നെ പല മണ്ഡലങ്ങളിലും 60% മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്ക് 56.8% എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത്തവണ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ, അതായത് 2021 വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ 74.81% പോളിംഗ് ആയിരുന്നു തമിഴ്നാട് രേഖപ്പെടുത്തിയിരുന്നത്. അതിനേക്കാൾ 1.18% പോളിംഗിൽ കുറവാണ് 2021 ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ DMK ആദ്യം ഭരിച്ച് രണ്ടാമത് ഭരണത്തിലേക്ക് ഏറിയ ആ ഒരു രണ്ടാം തെരഞ്ഞെടുപ്പിൽ പോളിംഗിൽ കുറവാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ മൂന്നാമതും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഒരു വശത്ത് DMK, മറുവശത്ത് ശക്തമായ ജനവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് AIADMK NDA സഖ്യം പ്രധാനമായിട്ട് പറയുന്നത്. മാത്രമല്ല, TVK പോലുള്ള വിജയുടെ പാർട്ടിയും ശ്രീമാന്റെ നാം തമിഴ് കക്ഷിയും ഒക്കെ ശക്തമായ മത്സര രംഗത്തുള്ള തെരഞ്ഞെടുപ്പ് കൂടെയാണ്. അതുകൊണ്ട് ഇതിന് പോളിംഗ് ശതമാനം ഇനിയിപ്പോൾ എത്ര കണ്ട് ഉയരും എന്നുള്ളതാണ് എല്ലാവരും ആവേശത്തോടു കൂടി നോക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിരീക്ഷകരൊക്കെ പറയുന്നത് 75%-ലേറെ പോളിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു എന്ന തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ ഈ നിമിഷം പറയുന്നത്.